സിക്കിം യാത്രയിൽ വളരെ കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയാണ് യാക്കിൻ്റെ സാന്നിധ്യം. ഹിമാലയൻ മലനിരകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന കാലിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് യാക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് യാക്കുകളെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പുറത്ത് യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സിക്കിമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഗാങ്ടോക്കിൽ നിന്ന് നാഥുല പാസിലേക്ക് പോകുന്ന വഴിയിൽ ചാങ്കുലേക്ക് എന്നൊരു ഏരിയ ഉണ്ട്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര വിളികളായിരിക്കും നമ്മളെ ഇതിൻ്റെ പുറത്ത് കയറ്റി യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നതിന് 500 രൂപയാണ് ഈടാക്കുന്നത്. ഏകദേശം 100 മീറ്റർ പോയിട്ട് തിരിച്ചു വരാം. അതിനാണ് 500 രൂപ ചാർജ്. ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും ഇത്. കാരണം ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ നമ്മൾ കയറിയിട്ടുണ്ടാവും. പക്ഷേ യാക്കിൻ്റെ പുറത്ത് കയറുക എന്നുള്ളത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പരിചിതമല്ലാത്ത ഒരു മൃഗമാണ് യാക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ പുറത്തെ യാത്ര നമുക്ക് നല്ല രസകരമായിട്ട് തോന്നുന്നത്. സിക്കിമിന് പുറമെ അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, വടക്കൻ ബംഗാൾ, അതുപോലെ ലഡാക്ക്, ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ യാക്കിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും. അതിശക്തമായ തണുപ്പുള്ള പർവ്വത പ്രദേശങ്ങളാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള നീണ്ട രോമം ഉണ്ടായിരിക്കും. Hello, sir. Hi. Are you enjoying, ma'am? कैसे लग रहा है याक में? बढ़िया, बहुत बढ़िया. Okay. അപ്പം ഇന്നത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന യാക്കുകളെ ദൂരമായിട്ട് നമുക്കിങ്ങനെ കാണാം. ഈ കാണുന്ന തടാകത്തിൻ്റെ പേരാണ് ചാങ്കു ലേക്ക്. ഇതിൻ്റെ പ്രത്യേകത പറയാം, മഞ്ഞുകാലമായാൽ അതിശൈത്യം കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ഉറഞ്ഞ് കട്ടിയായിട്ട് മാറും. ഈ കാണുന്ന ജലാശയത്തിൻ്റെ ഉപരിഭാഗം ഇതേപോലെ ഐസായിട്ട് നിരപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് ചാങ്കുലേക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞ് സമയത്ത് ചാങ്കുലേക്കിൽ മുഴുവൻ ഐസ് മൂടും. അങ്ങനെ മൂടിയിട്ട് പിന്നെ ഇതിൻ്റെ പ്രതലം മുഴുവൻ ഐസ് കട്ടയായിട്ട് മാറും. അപ്പം അങ്ങനെ ഐസ് കട്ടയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഉരുണ്ട് കളിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ കാഴ്ച കാണാനും ഇതിൻ്റെ മുകളിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ എത്തും. ഇവിടെ വന്നാൽ ഏറ്റവും എന്താ പറയുക മനോഹരമായ ദൃശ്യങ്ങളുടെ ഒന്നാണ് ഈ ചാങ്കു ലേക്കും അതിൻ്റെ പരിസരവും. ഇപ്പം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞത് ചാങ്കുലേക്കായിരുന്നു. അപ്പോൾ ചാങ്കുലേക്കിൽ എത്തിയ സമയത്ത് പിന്നെ അവിടെ തണുപ്പ് 4 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് വീണ്ടും നമുക്ക് ബാബ മന്ദിർ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് മിലിറ്ററി കൺട്രോൾഡ് ആയിട്ടുള്ള ഏരിയ, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ. നമുക്കിപ്പോൾ അടുത്ത് അങ്ങനെ ഒരുപാട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ഈ ബേസ്മെന്റ് മറ്റ് അല്ലെങ്കിൽ താമസ സ്ഥാനങ്ങളിൽ നിന്നും ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റില്ല, നിയമപരമായിട്ട് പറ്റില്ല. ഇത് ചാങ്കുലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ കടയാണ്. അപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചു പോകാം.
അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കടകൾ കുറവായിരിക്കും, ഭക്ഷണം കിട്ടാൻ പ്രയാസമായിരിക്കും. അതുപോലെ ഇതാ ഇവിടെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സെറ്റർ, ജാക്കറ്റ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. കൈലാസ് മാനസരോവർ യാത്രയുടെ ബേസ് ക്യാമ്പാണ്. എന്നുവെച്ചാൽ ഇപ്പം നമ്മളവിടെ പോകുമ്പോൾ ഒറ്റയടിക്ക് പെട്ടെന്ന് പോകാൻ പാടില്ല. അപ്പോൾ ആദ്യം ഇവിടെ വന്ന് നിന്ന് ഇവിടുത്തെ കാലാവസ്ഥയെക്കാട്ടി ശരീരമൊക്കെ പൊരുത്തപ്പെടണം. അപ്പോൾ ഒരു വൺ ഡേ അവിടെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പാണത്. मेरे को नेपाल से बाइक दिलवाया था, चार हम लोग 4 जन जाते हैं, तो चारों बाइक्स नेपाल से आया था हम लोग का। चारों अली बोल दीजिए, वो समझ जाएगा। कौशिक അപ്പം നമ്മൾ ബാബ മന്ദിറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട ഒരു കാഴ്ചയാണ്. ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ്. ഒരുപാട് ഉയർന്ന പർവ്വത പ്രദേശങ്ങൾ, അതുപോലെ തണുപ്പ് കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ അങ്ങോട്ടേക്ക് കിട്ടുക. അതാ ഇവിടെ നമുക്കൊരു വേറൊരു കാഴ്ച കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ യാക്കുകൾ മേഞ്ഞ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി കാഴ്ചകൾക്ക് തന്നെയാണ് മുൻതൂക്കം. ഇതിനെപ്പറ്റിയുള്ള ഒരു വിവരണം ഇവിടെ അത്ര പ്രസക്തമായിരിക്കില്ല. ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് പട്ടാള വാഹനങ്ങളാണ്. ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മുടെ ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്ന നാഥുല പാസ് ഒക്കെ ഇതിന് ഏകദേശം അടുത്താണ്. അപ്പോൾ എപ്പോഴും ഒരു നിതാന്ത ജാഗ്രത എന്നുള്ള നിലയ്ക്ക് വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ ദൂരെയായിട്ട് കാണുന്ന ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ പട്ടാള ക്യാമ്പുകളാണ്. അങ്ങനെ നമ്മൾ സിക്കിമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള ബാബ മന്ദിറിൽ എത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ ആർമിക്കാരനായിരുന്ന ഹർഭജൻ സിംഗിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1966 അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ചേരുന്നത്. പക്ഷേ 68 അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. തുടർന്നുണ്ടായ അപകടങ്ങളിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അത്ഭുതം തോന്നുന്ന ഒരു കഥയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം 5-ാമത്തെ ദിവസം സഹപ്രവർത്തകനായിട്ടുള്ള പ്രീതം സിംഗ് ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ട് എന്ന്. പക്ഷേ അത് വളരെ ശരിയായിരുന്നു. ആ സ്വപ്നം കണ്ട അതേ ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായി. തൻ്റെ ജോലിയോട് വളരെ അധികം അർപ്പണബോധവും ആത്മാർത്ഥതയും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം പരിഗണിച്ചിട്ടാണ് ഇവിടെ ഒരു മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നാഥുല പാസിലേക്ക് തിരിയുന്ന ഭാഗം. ഈ ഗേറ്റ് കടന്നിട്ട് ഇവിടുന്ന് ഇനി പിന്നെ 8 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നാഥുല പാസ് ആവും. അപ്പോൾ ഇതുവഴി ഞങ്ങളിപ്പോൾ 4 കിലോമീറ്റർ സഞ്ചരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്നൊരു പ്രത്യേക ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ ഭാഗത്തു നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള പ്രവേശനം നിർത്തിവെച്ചിരിക്കുകയാണ്. അതേപോലെ ഫോട്ടോഗ്രാഫി അവിടെ അലൗഡ് അല്ലതാനും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് തീർത്തും പോകാൻ സാധിച്ചിട്ടില്ല.
സിക്കിം ഡാർജിലിംഗ് യാത്രാവിശേഷങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ആവാം.